നമസ്കാരം. ബിലാത്തി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രിട്ടനിൽ അൽഖുദ്സ് ദിന റാലിക്ക് നിരോധനം. 14 വർഷത്തിനിടെ ആദ്യം. ഇറാൻ ബന്ധവും സംഘർഷ സാധ്യതയും കണക്കിലെടുത്ത് കടുത്ത നടപടി. സജി പുലിക്കാട്ടിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും ഇറാൻ ബ്രിട്ടൻ നയതന്ത്ര ബന്ധം വഷളാകുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലണ്ടനിൽ നടക്കാനിരുന്ന അൽഖുദ്സ് ദിന റാലി നിരോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു. ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസിന്റെ ശുപാർശ അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദാണ് നിരോധനത്തിന് അനുമതി നൽകിയത്. 2012 ശേഷം ലണ്ടനിൽ ഒരു പ്രതിഷേധ പ്രകടനത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നത് ഇതാദ്യമായാണ് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വരുന്ന ഞായറാഴ്ച നടക്കേണ്ടിയിരുന്ന റാലി പൊതു ക്രമസമാധാനത്തിന് വലിയ ഭീഷണിയാണെന്നും ലണ്ടനിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ സംഘർഷത്തിന് കാരണമാകുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെന്ന പേരിൽ നടത്തുന്ന ഈ റാലിക്ക് ഇറാൻ ഭരണകൂടവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ബ്രിട്ടീഷ് സുരക്ഷാ ഏജൻസികളുടെ കണ്ടെത്തൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുന്നത് വലിയ തോതിലുള്ള അക്രമങ്ങൾക്ക് വഴിവെക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി വ്യക്തമാക്കി. റാലിക്കെതിരെ മറ്റ് സംഘടനകൾ കൗണ്ടർ പ്രൊട്ടസ്റ്റ് പ്രഖ്യാപിച്ചതും ആശങ്ക വർദ്ധിപ്പിച്ചു. 1979 ആയത്തുള്ള ഖൊമേനി ഇറാനിൽ തുടക്കം കുറിച്ചതാണ് അൽഖുദ്സ് ദിനം. ലണ്ടനിൽ ഇത് സംഘടിപ്പിക്കുന്നത് ഇസ്ലാമിക് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്. ഈ സംഘടനയ്ക്ക് ഇറാൻ ഭരണകൂടവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. മുൻവർഷങ്ങളിൽ നടന്ന റാലികളിൽ നിരോധിത ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നതും യഹൂദ വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നതായും മെട്രോപൊളിറ്റൻ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആഡെ അഡലേക്കർ പറഞ്ഞു. ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾക്കും സഖ്യകക്ഷികൾക്കും നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങളും ലണ്ടനിൽ ഇറാൻ ചാരന്മാരെന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്തതും നിലവിലെ സ്ഥിതിഗതികൾ വഷളാക്കിയിട്ടുണ്ട്. റാലിക്ക് പകരം ഒരിടത്തു മാത്രം ഒത്തുചേർന്ന് പ്രതിഷേധിക്കാൻ അനുമതി നൽകിയേക്കും. എന്നാൽ ഇതിന് പോലീസ് കർശനമായ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കും. ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ 1 മാസത്തേക്കാണ് പ്രതിഷേധ റാലിക്കുള്ള നിരോധനം പ്രാബല്യത്തിൽ വരിക. വിദ്വേഷം പ്രചരിപ്പിക്കാനോ വർഗീയ ധ്രുവീകരണം നടത്താനോ ആരെങ്കിലും ശ്രമിച്ചാൽ നിയമത്തിന്റെ എല്ലാ കരുത്തും ഉപയോഗിച്ച് നേരിടുമെന്ന് ആഭ്യന്തര സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. നിരോധന വാർത്തയോടെ IHRC കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് സംഘാടകനായ ഫൈസൽ ബോഡി പറഞ്ഞു. കഴിഞ്ഞ 40 വർഷമായി ഈ റാലി സമാധാനപരമായാണ് നടക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറേക്കാൾ തനിക്ക് ബഹുമാനം ഇറാൻ ആയത്തുള്ളയോടാണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതിനോടകം വിവാദമായിട്ടുണ്ട്. ഈ നിരോധനം കേവലം ഒരു പ്രാദേശിക ക്രമസമാധാന പ്രശ്നമല്ലെന്ന് കണക്കാക്കപ്പെടുന്നു. ഇറാൻ 16 ബ്രിട്ടീഷ് അമേരിക്കൻ കപ്പലുകൾ ലക്ഷ്യം വെക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെയാണ് ഈ നീക്കം. ബ്രിട്ടനിലെ RAF താവളങ്ങൾ അമേരിക്കൻ ബോംബറുകൾ ഉപയോഗിക്കുന്നതിനെതിരെയും ലണ്ടനിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ദൽബാബുവിന്റെ അഭിപ്രായത്തിൽ റാലി നിരോധിക്കുക എന്നത് ഒരു പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ തീരുമാനമാണ്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ മാനിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കുക എന്നതിനാണ് പോലീസ് മുൻഗണന നൽകിയിരിക്കുന്നത്. അൽഖുദ്സ് ദിന റാലി നിരോധിച്ചതോടെ ലണ്ടനിലെ സുരക്ഷ അതീവ ജാഗ്രതയിലാണ്. വരും ദിവസങ്ങളിൽ ലണ്ടനിലെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ പോലീസ് വിന്യാസം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. രാത്രി വാർത്തകൾക്കു വേണ്ടി ലണ്ടനിൽ നിന്നും സജി പുലിക്കാട്ടിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി രാത്രി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.